ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ലെക്ചർ സീരീസ് പ്ലാൻ ചെയ്യുന്നത് KTUവിൻ്റെ EST102 പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ലാബ് ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസ് വഴി നിങ്ങൾക്ക് 20ഓളം എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ട് കിട്ടും. ഇത് കൂടാതെ അൽഗോരിതവും അതിൻ്റെ എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അൽഗോരിതവും പ്രോഗ്രാമും ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കാം. ദെൻ ഈ ഒരു കോഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന കോഴ്സിൻ്റെ തിയറി പാർട്ടും അതിൻ്റെ കൺസെപ്റ്റ് പാർട്ടും വിത്ത് മോർ പ്രോഗ്രാംസും ഞാൻ ഓൾറെഡി ഒരു ലെക്ചർ സീരീസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെക്ചർ സീരീസിലേക്ക് കടക്കാം. നോക്കാൻ പോകുന്നത് ഡു ദ ഫോളോയിങ് യൂസിങ് പോയിന്റേഴ്സ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് ടു നമ്പേഴ്സ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വാപ്പ് ടു നമ്പേഴ്സ് യൂസിങ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്കെലിട്ടൺ നമുക്കുണ്ടാക്കാം. പോയിന്റ് മെയിൻ, നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഏതൊക്കെയാണ്? പ്രിന്റ് എഫ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് ടു നമ്പേഴ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിന്റ് എഫ് സ്വാപ്പ് ടു നമ്പേഴ്സ്. ഓക്കെ, ദെൻ നമുക്ക് ഈ ചോയ്സ് ഞാൻ വൈൽ 1 എന്ന് പറഞ്ഞു എഴുതുകയാണ്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ പ്രിന്റ് എഫ് എക്സിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എക്സിറ്റ് നമ്മൾ അടിക്കുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രാമിൽ നിന്നും എക്സിറ്റ് ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അൺഎൻഡിങ് ആയിട്ട് ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും ഈ ഓപ്ഷൻ. ഇനി ഈ ഓപ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിന്റ് എഫ് എൻ്റർ ദി ചോയ്സ്. യൂസറിൻ്റെ അടുത്ത് ചോയ്സ് എൻ്റർ ചെയ്യാൻ ചോദിക്കും. scanf %d %ch. അപ്പോൾ നമുക്ക് ഇൻറ്റ് ch വേണം. നൗ നമ്മളടുത്ത ചോയ്സ് ഞാൻ വാങ്ങിച്ചു. ചോയ്സ് 1 ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അതിനകത്ത് കേസ് 1 ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആഡ് ടു നമ്പേഴ്സ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിച്ചു. ഓക്കെ, ദെൻ ബ്രേക്ക്. കേസ് 2 എൻ്റെ അടുത്ത് 2 നമ്പർ സ്വാപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 നമ്പർ വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ പ്രിന്റ് എഫ് എൻ്റർ ദി നമ്പേഴ്സ് അല്ലെങ്കിൽ എൻ്റർ ദി നമ്പേഴ്സ്. അപ്പോൾ 2 നമ്പർ ഞാൻ വാങ്ങിക്കണം. സോ എ ആൻഡ് ബി ഞാൻ വാങ്ങിക്കുന്നു. %d %a %b 2 നമ്പർ വാങ്ങിച്ചു. ഈ 2 നമ്പർ ഞാൻ എന്ത് ചെയ്യണം? പോയിന്റർ അഡീഷൻ ആണ് ചെയ്യേണ്ടത്. സോ %b ഞാൻ പാസ് ചെയ്തു. അതായത് പോയിന്റർ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അഡ്രസ് ഓഫ് ദി വേരിയബിൾ ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. പാസ് ബൈ റെഫറൻസ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാത്ത ആൾക്കാർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് ഉണ്ട്. അതിനകത്ത് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്ന സെഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. ആ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലായാൽ ഈ പ്രോഗ്രാം എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാവത്തുള്ളൂ. സോ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ. സിമിലർലി നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യാനുണ്ട്, നമ്പർ സ്വാപ്പ് ചെയ്യാനുണ്ട്. സോ 2 നമ്പർ സ്വാപ്പ് ചെയ്യുന്ന കാര്യം ഞാൻ ഇവിടെ എഴുതി. അതിൻ്റെ കോഡാണ് നമ്മൾ എഴുതുന്നത്. അവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു? സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആഫ്റ്റർ സ്വാപ്പ് പ്രിന്റ് എഫ് ആഫ്റ്റർ സ്വാപ്പിംഗ് എന്താണ് വാല്യൂസ് എന്നുള്ള കാര്യം പ്രിന്റ് ചെയ്ത് കാണിക്കും. എയും ബിയും എന്താണെന്നുള്ള കാര്യം. %d a is equal to %d /t b is equal to %d /n a, b. ഓക്കെ, ബ്രേക്ക് ചെയ്തു. ദെൻ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം? എക്സിറ്റ് ചെയ്യണം. സോ എക്സിറ്റ് 1 എന്ന് പറഞ്ഞൊരു കോഡ്. എക്സിറ്റ് 1 യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്യണം? #include
std lib എന്ന് പറയുന്ന ഒരു stdlib.h ഇൻക്ലൂഡ് ചെയ്യണം. ഹാഷ് ഇൻക്ലൂഡ് stdio കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി ഡിഫോൾട്ട് ഓപ്ഷൻ, അതായത് ഇത് ഈ 1 2 3 അല്ല വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ റോങ് ചോയ്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കെൽറ്റൻ. ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി. ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതുക, സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതുക. അപ്പോൾ ഞാൻ ആഡ് എഴുതുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ void add രണ്ട് പോയിന്റേഴ്സ് ഞാൻ വരുന്നുണ്ട്. സേ എക്സ് എന്നും വൈ എന്നും ഞാൻ ആ പോയിന്റേഴ്സിന്റെ പേരിട്ടു വൈ. അപ്പോൾ എക്സിൻ്റെ അകത്ത് എയുടെ വാല്യൂ കിട്ടും, വൈക്കകത്ത് പിയുടെ അഡ്രസ്സ് കിട്ടും. സോറി, പോയിന്റർ ആയത് കാരണം എക്സിൻ്റെയും വൈൻ്റെയും അഡ്രസ്സാണ്, എയുടെയും ബിയുടെയും അഡ്രസ്സാണ് അവിടെ കിട്ടുന്നത്. സോ എനിക്ക് സം കണ്ടുപിടിക്കണം. സോ സം എങ്ങനെ കണ്ടുപിടിക്കാം? സം ഈസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ അകത്തുള്ള വാല്യൂ എന്താണോ അത് കിട്ടും. സ്റ്റാർ വൈ എന്ന് പറയുമ്പോൾ വൈയുടെ അകത്തുള്ള വാല്യൂ കിട്ടും. സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? സം പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. സം ഈസ് ഈക്വൽ ടു %d/n സം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റർ കൺസെപ്റ്റ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ പോയിന്റർ കൺസെപ്റ്റ് പഠിച്ചിട്ട് മാത്രമേ ഈ പ്രോഗ്രാം കാണാവൂ, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പാടായിരിക്കും. ഓക്കെ, അപ്പോൾ പോയിന്റർ കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ നമുക്ക് സം കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് സ്വാപ്പ് ആണ്. സോ സ്വാപ്പ് ഇൻറ്റ് സ്റ്റാർ എക്സ് ഇൻറ്റ് സ്റ്റാർ വൈ. ഇനി എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് സ്വാപ്പ് ചെയ്യണമെങ്കിൽ ഇൻറ്റ് ടെമ്പ് ഇസ് ഈക്വൽ ടു സ്റ്റാർ എക്സ് ഇസ് ഈക്വൽ ടു സ്റ്റാർ വൈ ആൻഡ് സ്റ്റാർ വൈ ഇസ് ഈക്വൽ ടു ടെമ്പ് എന്ന് ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്വാപ്പിംഗ് നടന്നു കഴിയും. അപ്പോൾ 3 സ്റ്റെപ്പേ ഉള്ളൂ അത് ചെയ്യാൻ വേണ്ടി. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് അറിയണം. ആ കൺസെപ്റ്റ് ഞാൻ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാം ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫംഗ്ഷൻ. ദിസ് ഈസ് എ ഫംഗ്ഷൻ ടു ആഡ് 2 numbers യൂസിങ് പോയിന്റേഴ്സ് ആൻഡ് ദിസ് ഈസ് ദ ഫംഗ്ഷൻ ടു സ്വാപ്പ് 2 numbers. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. ഓക്കെ, GCC നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് pointer.c എന്നാണ്. ഇതിൻ്റെ അകത്ത് എയും ബിയും ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. സോ നമുക്ക് എയും ബിയും ഡിക്ലെയർ ചെയ്യാം. ഇവിടെ എയും ബിയും ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഡിക്ലെയർ ചെയ്യാം. നെക്സ്റ്റ് വൺ എൻഡ് ഓഫ്, എവിടെയോ ഒരു ക്ലോസിംഗ് ബ്രേസസ് മിസ്സായിപ്പോയി. ഇവിടെ നമ്മൾ വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യുക. ക്ലിയർ. ഞാനൊന്ന് റൺ ചെയ്ത് നോക്കുകയാണ് a.exe. അപ്പോൾ എനിക്ക് മെനു വരുന്നുണ്ട്. മെനുവിൻ്റെ 3 ഓപ്ഷനാണ് എനിക്ക് വരുന്നത്. ഒന്ന് ആഡ് 2 numbers. അപ്പോൾ നമുക്ക് ആഡ് 2 numbers തന്നെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 10ഉം 20ഉം ഞാൻ ആഡ് ചെയ്യുന്നു. സം ഈസ് ഈക്വൽ ടു 30 എന്ന് പറഞ്ഞ ആൻസർ ഒന്ന് കറക്റ്റ് ആണ്. സ്വാപ്പ് ചെയ്ത് നോക്കാം. സേ 25 എന്ന് പറയുന്നത് ഒരു വാല്യൂ, എക്സിൻ്റെ എയുടെ വാല്യൂ 25 ആണ്, ബിയുടെ വാല്യൂ 35 ആണ്. അപ്പോൾ തിരിച്ച് എയുടെ വാല്യൂ, അപ്പോൾ ബിഫോർ സ്വാപ്പിംഗ് കൂടെ ഇട്ടാലേ അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് എന്താണെന്ന് വരുന്നത് കാണാൻ പറ്റത്തുള്ളൂ. സോ അതും കൂടെ നമുക്കൊന്ന് ഇടാം. ഇവിടെ ബിഫോർ സ്വാപ്പിംഗ് കൂടെ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ കുറച്ച് കൺസെപ്റ്റ് സ്വാപ്പ് ആയി എന്ന് പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. എന്താണ് നമ്മൾ കമ്പൈൽ ചെയ്തില്ലായിരുന്നു. GCC pointer.c a.exe. രണ്ടാമത്തെ ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ 10ഉം അല്ലെങ്കിൽ 25ഉം 35ഉം കൊടുത്തു. സോ എയുടെ വാല്യൂ 25ഉം ബിയുടെ വാല്യൂ 35ഉം ആയിരുന്നു ബിഫോർ സ്വാപ്പ് ചെയ്യുമ്പോൾ. ആഫ്റ്റർ സ്വാപ്പ് ചെയ്തപ്പോൾ എയുടെ വാല്യൂ 35ഉം ബിയുടെ വാല്യൂ 25ഉം ആയി. ഓക്കെ, ഇൻവാലിഡ് ചോയ്സ് ഒരെണ്ണം കൊടുത്തു, ഹോം ചോയ്സ് വന്നു, എക്സിറ്റ് ചെയ്തു, പ്രോഗ്രാമിൽ എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എന്താണ്
add two numbers and swap two numbers using user defined function. Okay, thank you.